നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പലസ്തീനികൾക്കെതിരായ നിയമ നടപടികൾ അതിശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇസ്രയേലികളെ കൊലപ്പെടുത്തുന്ന പലസ്തീനികൾക്ക് വധശിക്ഷ നൽകുന്ന വിവാദ നിയമം ഇസ്രയേൽ പാർലമെന്റ് നെസറ്റ് പാസാക്കി. പതിറ്റാണ്ടുകളായി തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്ന ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തിയാണ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തത്. നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതാണെന്ന് ചോദിച്ചാൽ തൂക്കിക്കൊല്ലുന്ന രീതിയിലായിരിക്കും വധശിക്ഷ നടപ്പിലാക്കുക. മാരകമായ വിഷം കുത്തിവെച്ച് വധശിക്ഷ നടപ്പാക്കാൻ ഇസ്രായേലിലെ ഡോക്ടർമാരുടെ യൂണിയൻ വിസമ്മതിച്ചതിനാലാണ് ഈ തീരുമാനം. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളെ വിചാരണ ചെയ്യുന്ന സൈനിക കോടതികളിൽ വധശിക്ഷ നിർബന്ധിത ശിക്ഷയായിരിക്കും. അത്യപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് ജീവപര്യന്തമായി കുറയ്ക്കാൻ ജഡ്ജിമാർക്ക് അധികാരമുള്ളൂ. അതേസമയം ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ നിയമത്തെ അപലപിച്ചിട്ടുണ്ട്. ഇത് വിവേചനപരവും അധാർമികവുമാണെന്നാണ് ഈ രാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഭീകരതയ്ക്കെതിരായ നിയമങ്ങൾ നിർമ്മിക്കാൻ ഇസ്രായേലിന് പരമാധികാരമുണ്ടെന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത്. ബെർലിനിലെ സ്കൂളുകളിൽ ബൂർഖ നിരോധിക്കണം എന്ന് ഭരണകൂടം. ബെർലിനിലെ സ്കൂളുകളിൽ ബുർഖ നിരോധിക്കാൻ നിയമപരിഷ്കരണത്തിനൊരുങ്ങി ഭരണകൂടം. ബെർലിനിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥിനികൾ പൂർണ്ണമായി മുഖം മറയ്ക്കുന്ന ബുർഖയോ നിഖാബോ ധരിക്കുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ വാദം ഉയരുകയാണ്. നിലവിൽ പൊതുസ്ഥലങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം വസ്ത്രധാരണ രീതികൾ ഉടൻ തന്നെ സ്കൂളുകളിലും എത്തിയേക്കാമെന്ന ആശങ്കയിലാണ് അധികൃതർ. സ്കൂൾ നിയമങ്ങളിൽ, അതായത് സ്കൂൾ ആക്ട്, ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ബെർലിൻ പ്രതിനിധിസഭയിൽ ചർച്ചകൾ നടക്കുകയാണ്. നിലവിലെ നിയമം അനുസരിച്ച് സ്കൂളുകൾക്ക് മുഖാവരണം നിരോധിക്കാൻ അധികാരമില്ല. എന്നാൽ ബാഡൻ-വുട്ടംബർഗ്, ബവേറിയ, ഹാംബുർഗ്, ലോവർ സാക്സണി തുടങ്ങിയ ജർമ്മൻ സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ സ്കൂളുകളിൽ മുഖാവരണം നിരോധിച്ചുകൊണ്ട് നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ പുതിയ ഇന്ധനവില പരിഷ്കാരം, അതായത് സ്പ്രിറ്റ്സ് പ്രൈസ് ബ്രംസെ, നിലവിൽ വന്ന ആദ്യ ദിനം പെട്രോൾ പമ്പുകളിൽ വൻ ആശയക്കുഴപ്പം കൂടാതെ വിലക്കയറ്റവും ദൃശ്യമായി. പലയിടങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ ഇന്ധനവില കുത്തനെ ഉയരുകയും മിനിറ്റുകൾക്കുള്ളിൽ താഴുകയും ചെയ്യുന്ന സിക്സാക് രീതിയാണ് കണ്ടത്. പുതിയ നിയമപ്രകാരം ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ വില വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ എന്നതിനാൽ എണ്ണക്കമ്പനികൾ ഉച്ചയ്ക്ക് 12 മണിയോടെ വില വൻതോതിലാണ് വർദ്ധിപ്പിച്ചത്. സ്റ്റുട്ട്ഗാർട്ടിലെ ഒരു പമ്പിൽ ഡീസൽ വില ഉച്ചയ്ക്ക് 12:08-ന് 2.28 യൂറോയിൽ നിന്ന് 2.51 യൂറോയായി ഉയർന്നു. വെറും മിനിറ്റുകൾക്കുള്ളിൽ 23 സെന്റാണ് വർദ്ധിച്ചത്. എന്നാൽ ഇത് അല്പസമയത്തിനു ശേഷം 2.37 യൂറോയിലേക്ക് താഴുകയും ചെയ്തു. എന്നാൽ രാജ്യം മുഴുവൻ ഒരേ സമയം വില പുതുക്കാൻ ശ്രമിച്ചതോടെ പല പമ്പുകളിലും കമ്പ്യൂട്ടർ സെർവറുകൾ ജാമായി. ഇതുമൂലം ചിലയിടങ്ങളിൽ 12 മണിക്ക് മുമ്പേ വില കൂടുകയും മറ്റു ചിലയിടങ്ങളിൽ വൈകുകയും ചെയ്തു. ഇത് പകൽക്കൊള്ള എന്ന് വിശേഷിപ്പിച്ചാണ് പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ബെർലിൻ മുതൽ ബീലഫെൽഡ് വരെയുള്ള നഗരങ്ങളിൽ ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലാണ്. അതേസമയം ടാക്സി ഉടമകൾ പ്രതിസന്ധിയിലാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. എന്നാൽ യാത്രക്കാർ വലയുകയാണ്. ജോലിക്ക് പോകാൻ വാഹനം നിർബന്ധമാണ്. അതുകൊണ്ട് എത്ര വിലയായാലും അടിക്കാതെ നിർവാഹമില്ല എന്നാണ് മറ്റു ചിലരുടെ പ്രതികരണം. പലരും ദീർഘദൂര യാത്രകൾ ഇപ്പോൾ ഒഴിവാക്കി തുടങ്ങി. 15 വർഷം മുമ്പ് ഗ്യാസിലേക്ക്, അതായത് LPG-യിലേക്ക് മാറിയവർക്ക് ഇപ്പോഴത്തെ വിലക്കയറ്റം വലിയ ബാധ്യതയാകുന്നില്ല. ലിറ്ററിന് 1.16 യൂറോ നിരക്കിലാണ് ഇവർക്ക് ഇന്ധനം ലഭിക്കുന്നത്. പമ്പുകളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് വൻ തിരക്കും 12 കഴിഞ്ഞതോടെ വിജനമായ അവസ്ഥയുമായിരുന്നു. ഇതൊരു ഭ്രാന്തൻ അവസ്ഥയാണെന്നാണ് ടാക്സി പ്ലാറ്റ്ഫോം വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിച്ചത്. എണ്ണക്കമ്പനികൾ പകൽ സമയത്ത് വില കുറച്ച് കാണിക്കാൻ ഉച്ചയ്ക്ക് വലിയ തോതിൽ വില കൂട്ടി ഒരു സുരക്ഷാ മാർജിൻ കണ്ടെത്തുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ജർമ്മനിയിലെ ഏറ്റവും വില കൂടിയ പമ്പുകളിൽ ഡീസൽ ലിറ്ററിന് 2.81 യൂറോ വരെ എത്തിയിട്ടുണ്ട്. അയൽരാജ്യമായ ഓസ്ട്രിയയിൽ ഇതിലും കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭിക്കുന്നതിനാൽ അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ അവിടെ പോയി ടാങ്ക് നിറയ്ക്കുന്ന പ്രവണതയും വർദ്ധിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ SMIM-ന്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ പെസഹ വ്യാഴാഴ്ച ആരംഭിക്കും. ഏപ്രിൽ 2-ന് പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ബെർലിനിലെ സെന്റ് മരിയൻ ഡീഫ്രോൻ ദേവാലയത്തിൽ, അതായത് റാംഗ്ലർ സ്ട്രാസെ 50 10 997 ബെർലിൻ എന്ന അഡ്രസ്സിൽ കർമ്മങ്ങൾ ആരംഭിക്കും. ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 10 മണിക്ക് ബെർലിനിലെ സെന്റ് മത്യാസ് സെമിത്തേരിയിൽ, റോബ്ലിംഗ് സ്ട്രാസെ 91 12 105 ബെർലിൻ അഖില ജർമ്മനി അടിസ്ഥാനത്തിൽ ദുഃഖവെള്ളി കർമ്മങ്ങളും കുരിശിന്റെ വഴിയും ഉണ്ടായിരിക്കും. യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് കർമ്മങ്ങളിൽ പങ്കെടുക്കും. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സെന്റ് ക്ലമൻസ് ദേവാലയത്തിൽ ഉയർപ്പിന്റെ കർമ്മങ്ങൾ നടക്കും. പരിപാടികളിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതായി വിൻസെൻഷ്യൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജിജോ ജോസഫ് പെരുവേലിൽ VC അറിയിച്ചു.
കേട്ടുകേൾവിയില്ലാത്ത നടപടിയിലൂടെ ലാറ്റ്സണിലെ അംബിയന്റ് കെയർ എന്ന വയോജന കേന്ദ്രത്തിൽ നിന്ന് 166 അന്തേവാസികളെ വെറും 24 മണിക്കൂറിനുള്ളിൽ പുറത്താക്കി. അതിശക്തമായ സാമ്പത്തിക പ്രതിസന്ധിയും മാനേജ്മെന്റിന്റെ വീഴ്ചയുമാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കിയത്. ജർമ്മനിയിലാണ് സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അപ്രതീക്ഷിത നടപടിയാണ് ഉണ്ടായത്. 103 വയസ്സുള്ള വൃദ്ധ മുതൽ ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചവർ വരെ ഈ കെയർ ഹോമിൽ ഉണ്ടായിരുന്നു. യാതൊരു മുൻകൂർ നോട്ടീസും നൽകാതെയാണ് ഇവരോടും ബന്ധുക്കളോടും ഉടൻ ഒഴിഞ്ഞു പോകാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ഇടനാഴികളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള വീൽചെയറുകളും കെട്ടിടത്തിന് പുറത്ത് അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികളും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ബന്ധുക്കളുമാണ് പത്ര റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ കാണാൻ കഴിഞ്ഞത്. ജീവനക്കാരുടെ അവസ്ഥ ചോദിച്ചാൽ കെയർ ഹോമിലെ ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം ലഭിച്ചിരുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ശമ്പളം ഇല്ലാതിരുന്നിട്ടും അന്തേവാസികളെ പരിചരിച്ചിരുന്ന ജീവനക്കാരും ഈ നടപടിയോടെ പെരുവഴിയിലായി. ഈ കെയർ ഹോം ശൃംഖലയുടെ സാമ്പത്തിക തകർച്ചയാണ് പെട്ടെന്നുള്ള ഈ പുറത്താക്കലിന് കാരണം. ഇത്രയും വലിയൊരു സ്ഥാപനം ഇത്ര വേഗത്തിൽ അടച്ചുപൂട്ടുന്ന ജർമ്മനിയിൽ ആദ്യത്തെ സംഭവമാണെന്ന് നിരീക്ഷകർ പറയുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കെയർ ഹോം അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. അന്തേവാസികളുടെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ പുറത്താക്കപ്പെട്ടവരിൽ പലരും പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവരാണ്. പെട്ടെന്നുള്ള ഈ മാറ്റം ഇവരുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയും ഗുരുതരമായി ബാധിക്കുമെന്ന് ബന്ധുക്കൾ ഭയപ്പെടുന്നു. ഇവരെ മറ്റ് കെയർ ഹോമുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പ്രാദേശിക അധികൃതരുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഈ വിഷയം ജർമ്മനിയിലെ കെയർ ഹോം മേഖലയിലെ വലിയൊരു പോരായ്മകളിലേക്കും സ്വകാര്യ കമ്പനികളുടെ ലാഭക്കൊതിയിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നാണ് സാമൂഹിക പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇവിടെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഫ്രാങ്ക്ഫർട്ട് കേരള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഈസ്റ്റർ, വിഷു, ഈദ് ആഘോഷങ്ങൾ ഏപ്രിൽ 25 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4 മണി മുതൽ സാൽബൌ ടിറ്റ്യൂസ് ഫോറത്തിൽ വിവിധ കലാപരിപാടികളോടെ അരങ്ങേറും. ഈസ്റ്റർ, വിഷു, ഈദ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ, നൃത്തങ്ങൾ, വൈവിധ്യങ്ങളായ കലാപരിപാടികൾ തുടങ്ങിയവയ്ക്കു പുറമെ ലക്കി ഡ്രോയും ഉണ്ടായിരിക്കും. കൂടാതെ മിതമായ വിലയ്ക്ക് കേരള തന്മയുള്ള ഭക്ഷണ വിൽപ്പനയും ക്രമീകരിച്ചിട്ടുണ്ട്. ആഘോഷ പരിപാടികളിലേക്ക് എല്ലാ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും കുടുംബസമേതം ഫ്രാങ്ക്ഫർട്ട് കേരള സമാജത്തിനു വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി പ്രസിഡന്റ് ഡിവിൻ പോൾ അറിയിച്ചു. ലോകകപ്പ് ആവേശം കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ്. 48 ടീമുകളും ഗ്രൂപ്പുകളും തയ്യാറായി. ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ നിമിഷം എത്തിക്കഴിഞ്ഞു. ഇക്കൊല്ലത്തെ ലോകകപ്പിനുള്ള എല്ലാ 48 ടീമുകളെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച രാത്രി നടന്ന അവസാന പ്ലേ ഓഫ് മത്സരങ്ങളിൽ ബോസ്നിയ ഹെർസഗോവിന, സ്വീഡൻ, തുർക്കി, ചെക്ക് റിപ്പബ്ലിക് എന്നിവർ യൂറോപ്പിൽ നിന്ന് യോഗ്യത ഉറപ്പിച്ചു. കൂടാതെ ഇറാഖും കോങ്കോയും തങ്ങളുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി. ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് ഇനി വെറും 70 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ 14 വർഷമായി പുറത്തു നിൽക്കുന്ന ഇറ്റലി ഇത്തവണയും ലോകകപ്പിൽ നിന്ന് പുറത്തായതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.